ഷിനോജ് നേരത്തെ നിന്ന 78-ാം നമ്പർ ബൂത്ത് അവിടെ വലിയ കാലതാമസം ഉണ്ടായിരുന്നു. കുറേ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? വോട്ടെടുപ്പ് പൂർണ്ണമായി കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചത് 6:30 വരെയൊക്കെ പോകുമെന്നാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ ഇത്തരത്തിൽ വാർത്ത ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഒക്കെ ഇവിടെ എത്തിയതിനു ശേഷം വോട്ടിംഗ് വളരെയധികം വേഗത്തിലാകുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും നിലവിൽ വന്നിരിക്കുന്ന ഏറ്റവും അവസാനത്തെ കണക്കെന്ന് പറയുന്നത് 71.65 ചേലക്കര ഏറ്റവും അവസാനത്തെ കണക്ക്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനം 6 മണിക്ക് പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് 71.65. അതൊരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് വലിയ പോളിംഗ് ശതമാനം തന്നെ എന്ന് എടുത്തു പറയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 71.65 ഇതിൽ അവസാനത്തെ മണിക്കൂർ അവസാന സമയങ്ങളിലെ വോട്ടെടുപ്പ് ഇപ്പോഴും തളിയിൽ ഉൾപ്പെടെ വരവൂർ ദേശമംഗലത്തൊക്കെ ഇപ്പോഴും തിരക്കുണ്ട്. അതെല്ലാം കൂട്ടി വരുമ്പോൾ അത് 72-ന് പുറത്തേക്ക് വരും. അത് മാത്രമല്ല ഈ അസന്നിഹിതരായ വോട്ടുകൾ അത്തരത്തിലുള്ള വോട്ടുകൾ അത് കൂടെ ചേർത്ത് വരുമ്പോൾ ഒരുപക്ഷെ 74-ന് പുറത്തേക്ക് 74-75 അടുപ്പിച്ച് പോളിംഗ് ശതമാനം എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ മികച്ച പോളിംഗ് തന്നെയാണ് ചേലക്കരയിൽ നിന്ന് എടുത്തു പറയണം. കാരണം സാധാരണ ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ഒരു മൂവ്മെൻറ്റ് ഇത്തരത്തിൽ ഉണ്ടാവാറില്ല. പക്ഷേ ചേലക്കരയിൽ നമുക്കറിയാം വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും കാര്യമായി തന്നെ രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നു. അതെല്ലാം ഈ വോട്ടെടുപ്പ് ദിനത്തിലും കാണാൻ കഴിഞ്ഞു. അവസാനത്തെ 1 മണിക്കൂർ അത് തന്നെയാണ് നമ്മൾ ഏറ്റവും അടുത്ത് പറയേണ്ടത്. കാരണം അവസാനത്തെ 1 മണിക്കൂറിൽ വോട്ടർ പട്ടിക നോക്കി ഞാൻ ഈ മണ്ഡലത്തിൽ ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും കൂടി പോയ ആളാണ്. അപ്പോൾ അവസാനത്തെ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഈ വോട്ടർ പട്ടിക നോക്കി തങ്ങളുടെ അവസാനത്തെ ഓരോ വോട്ടും നേരത്തെ ഒരു അരമണിക്കൂർ മുൻപ് നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ ആൾത്തിരക്കുണ്ടായിരുന്നു. പക്ഷേ അരമണിക്കൂർ കൊണ്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി അവിടെ 78-ാം നമ്പർ ബൂത്തിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്.